ആ, എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല. ചെറുതായിട്ട് എന്തൊക്കെയോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പടം. കൊള്ളാം. ആ. എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. നല്ല പടം. ബാക്ക് സ്റ്റോറിലോട്ടൊക്കെ പോണേ ഇഷ്ടമായോ? എന്താ? പഴയ കാലത്തേക്കൊക്കെ പോണേ ഇഷ്ടമായോ? കൊള്ളാം. കുഴപ്പമില്ല. കൊള്ളില്ലേ? കൊള്ളൂല്ല. മതിയാക്കണാണ് നല്ലത്. എന്നിട്ട് അഭിനയം മതിയാക്കണാണ് നല്ലത്. എങ്ങനെയുണ്ട് ചേച്ചി പടം? പടം പോരാത്ര. അതെ. കുഴപ്പമില്ല, കൊള്ളൂല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? പെർഫോമൻസ് കുഴപ്പമില്ല ബ്രോ. ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളാം, അടിപൊളി. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ ഫൈറ്റ് കൊള്ളാം, പിന്നെ ഇമോഷണൽ സീൻസ് ഒക്കെ കൊള്ളാം. ലാലേട്ടനൊക്കെ കൊള്ളാം, നല്ലതായിട്ട് ഉണ്ട്. നല്ല ആക്ഷൻ മൂവിയായിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. പടം ഓക്കെയാണ്. ഒരു ഡിഫറെൻറ്റ് തീമാണ്, അപ്പോൾ അത് ആ രീതിയിൽ കാണാം. പിന്നെ വേറെ ഒരു പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ മെയിൻ പിന്നെ കുറച്ച് അനിമേഷൻസ് കുറച്ച് എഫക്ട്സ് ഉണ്ട്. ഒരു ഓക്കെ, ഓവറോൾ ഓക്കെ. കുഴപ്പമില്ല. ഡിഫറെൻറ്റ് തീം എന്നാൽ ഇന്നതൊന്നും വിചാരിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഒരു ഡിഫറെൻറ്റ് തീമാണ് അത് പറയണ്ടല്ലോ, അത് ക്ലാസ്സാണ്. കുഴപ്പമില്ല, നല്ലത് തന്നെ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലാലേട്ടന് വേണ്ടി മാത്രമാണ് ഈ പടം മെയിനായിട്ട് കാണാൻ വേണ്ടി വന്നത്. പക്ഷേ തീർത്തും നിരാശ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയതിൽ എന്തോ വലിയ സന്തോഷം. പക്ഷേ ഈ പടം ആൾക്കാർ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിന് 100% നീതി പുലർത്തിയ പടമാണ്. ലാലേട്ടന് ഡിസംബർ മാസം ഒരു രീതിയിലും രാശിയില്ലെന്ന് വെച്ചാൽ ഒരു രീതിയിൽ രാശിയില്ല. 2025 ലാലേട്ടൻ തൂക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു വർഷമായിരുന്നു. അതായത് തുടക്കം എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പടം റിലീസ് ചെയ്ത് ആ പടത്തിന്റെ ഊക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ലാലേട്ടൻ ഒന്നും ഇങ്ങനെ ഏറിന് നിന്നപ്പോഴത്തേക്കും തുടരും കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയിൽ അടിച്ചാ ഇനി ലാലേട്ടനെ വലിയ ആരുമില്ല എന്ന് പറഞ്ഞ ഫാൻസുകാർ എല്ലാവരും സന്തോഷത്തോടെ ഇന്ന് മോളിവുഡിന്റെ ടോപ്പ് തുടരും തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെ ഇന്നപ്പോഴത്തേക്ക് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്നുള്ള സിനിമ കൊണ്ടുവന്ന് ലാലേട്ടൻ അവിടെയും പണി കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ രാശിയില്ലാത്ത ഒരു ലെവലിലായി പോയി ലാലേട്ടന്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വീണ്ടും അടുത്ത് കണ്ണപ്പ വന്ന് ലാലേട്ടൻ ഫുൾ എയറിലായി. പിന്നെ ബബ്ബുബയിൽ വന്ന് ക്യാമിയോ ചെയ്ത് വീണ്ടും ലാലേട്ടൻ ഒന്ന് തെറ്റായി വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ തന്നെ അടുത്ത പടം കൊണ്ടുവച്ച് വൃഷഭാന്ന് വന്ന് ഫുൾ എയറിലാകാൻ വേണ്ടി ഒരു പടം കൊണ്ടുവന്നു. അത് സിനിമയെ പറ്റി പറയാന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു, ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു മോശം പടത്തിൽ ഒന്ന് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ കേൾപ്പിച്ച തിരക്കഥ വേറെയും എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും പക്ക കോമഡി എന്ന് വെച്ചാൽ കോമഡി ആക്കി കളഞ്ഞു ഓരോ രീതിയും. അതായത് ലാലേട്ടനും ഈ രാജകീയമായുള്ള കഥാപാത്രങ്ങൾ ചേരുന്നത് ലാലേട്ടൻ മരക്കാറ് ഇതിനു മുമ്പുള്ള സിനിമകളിൽ തന്നെ തെളിയിച്ചതാണ്. അത് തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഒരു രീതിയിലും 2 മണിക്കൂർ പടമാണെങ്കിലും ഒരു 3 മണിക്കൂർ കണ്ടു തീർത്ത ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായി. വളരെ മോശമെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലെത്തി ലാലേട്ടന്റെ 2025 അവസാനം ഒരു നല്ലൊരു പടത്തിന് പകരം ഒരു ഫുൾ ട്രോൾ മെറ്റീരിയൽ പടം ലാലേട്ടൻ പ്രേക്ഷകർക്ക് ക്രിസ്മസിന് സമ്മാനിച്ചു എന്ന് വേണം പറയാൻ. തീർത്തും നിരാശ നൽകിയ ഒരു മോശം പടം തന്നെയാണ് വിഷയം.